നമസ്കാരം. 2026 വിഷു ഫലം രാശികൾ എന്തൊക്കെയാണ്? 12 രാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കുള്ള ഗുണഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓരോ രാശിക്കാർക്കും ഇനി എങ്ങനെയൊക്കെയാണ് 2026 വിഷു നേട്ടങ്ങളും ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് നമുക്ക് നോക്കാം. മീനശനി മിഥുന വ്യാഴം കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി, അതായത് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ചയാണ്. ഉദിച്ച 8 നാഴിക 2 വിനാഴികയ്ക്ക് 9:32 AM ആണ്. 9:32 രാവിലെ ചതയം നക്ഷത്രത്തില് കുംഭക്കൂറിലെ കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയില് വരാഹകരണവും ശുഭ്രനാമ നിത്യയോഗവും കൂടിയ സമയത്ത് ഇടവം രാശിയില് ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ വിഷു സംക്രമം നടക്കുകയാണ്. ഇതില് ഈ വർഷം വിഷുവില് 2 പറയാണ്. 2 പറയാകയാൽ 20-10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനം പർവ്വത പ്രദേശങ്ങളിലും വർഷിക്കുന്നത് നീക്കി ഭൂമിയിൽ വർഷിക്കുന്ന ജലം എന്ന് പറയുന്നത് 4 ഇടങ്ങഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ രാശിക്കാർക്കും അതിൽ നിന്നുണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, മുക്കാൽ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽപ്പെട്ടവർക്ക് 7 ശനിയുടെ ഒരു കാലഘട്ടമാണ്. വ്യാഴം ഇവർക്ക് ജൂൺ വരെ അനുകൂലസ്ഥനല്ല. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ കുറേയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ്. വർഷത്തിൻ്റെ ആദ്യം, അതായത് ജാനുവരി തൊട്ട് ഈ വിഷു വരുന്ന ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും മനോദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. 2026 വിഷുവിന് ശേഷം ഈ മേടം രാശിക്കാർക്ക് വ്യാഴം ദോഷപ്രദനാണ് എങ്കിലും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് മേലധികാരികളുടെയൊക്കെ അപ്രീതിയൊക്കെ അനുഭവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. എന്ത് ചെയ്താലും ഏത് ചെയ്താലും മേലധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു അനുഗ്രഹമായിട്ടോ സന്തോഷമായിട്ടോ ഉള്ള വാക്കുകളൊന്നും ഇവർക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല. ധനവരവിന് തടസ്സങ്ങളൊക്കെ വന്നുപെടാം. ധനസ്രോതസ് കിട്ടാനുള്ള പണമൊക്കെ കിട്ടാൻ തടസ്സമൊക്കെ ഉണ്ടാകാം. വർഷമധ്യത്തോടു കൂടി ഇവർക്ക് ആദായം ലഭിക്കാൻ ജൂൺ മാസത്തിന് ശേഷം ഏതാണ്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറോട് കൂടി ഇവർക്ക് ധനസ്രോതസ്സുകൾ എന്തെങ്കിലും കിട്ടാനുള്ള പണമൊക്കെ കിട്ടാനായിട്ടൊക്കെ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. മാതാപിതാക്കളുമായിട്ട് ബന്ധുക്കളുമായിട്ടൊക്കെ രമ്യതയിൽ വർത്തിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. ആവശ്യമില്ലാത്ത കലഹങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും മുതിരാതിരിക്കുന്നത് വർഷാദ്യം വളരെ നന്നായിരിക്കും. കോടതി വ്യവഹാരങ്ങളൊക്കെ പ്രതികൂലമാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട് പുതുക്കി പണിയുകയും അതുപോലെ തന്നെ പണി തീർന്ന ഭവനത്തിൽ താമസയോഗ്യമാക്കാനും വർഷാവസാനത്തോടു കൂടി സാധിക്കുന്നതാണ്. എങ്കിലും ധാരാളം അലച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകാനൊക്കെ യോഗം കാണുന്നുണ്ട്. തൊഴിലിൽ സ്ഥാനഭ്രംശം വരാതിരിക്കാൻ നോക്കുക. പുതിയ ബിസിനസ്, പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് ധാരാളം പണം മുടക്കി അത് ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. സിനിമാ രംഗത്ത്, നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ നേട്ടങ്ങളൊക്കെ വർഷാവസാനത്തോടുകൂടി വന്നു ചേരാം. മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശ്രവിക്കാനും അതുപോലെ തന്നെ അത് കൂടുതൽ മനോദുഃഖത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. ഉന്നതരായ ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് ബിസിനസ് തലത്തിൽ ആളുകൾക്ക് നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് കൂടുതൽ പ്രതിബന്ധങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഉന്നതരായ ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ഏൽക്കുന്നതും അത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നന്നായിരിക്കും. എന്തായാലും ഈശ്വരാനുഗ്രഹം കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും എന്താണോ നിങ്ങൾക്ക് സാധിക്കുന്ന ആ തരത്തിലുള്ള, ഈ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥനകളാണ്, നാമജപമൊക്കെയാണ് സാധിക്കുന്നതെങ്കിൽ അതിന് സമയം കണ്ടെത്തി കൂടുതൽ ഈശ്വരാനുഗ്രഹം നേടുന്നതിന് സമയം കണ്ടെത്തുക. കൂടുതലായിട്ടുള്ള ദോഷ ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശാന്തി നിവാരണത്തിനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസവും നിങ്ങളുടെ ദശാകാലവും ദശാന്തരകാലവും ഒക്കെ നോക്കിയിട്ട് ആ ദേവനെയും കൂടെ മൂർത്തിയെയും കൂടെ ഭജിക്കുന്നതും ധർമ്മദേവതകൾക്കും കുലദേവതകൾക്കും ഒക്കെ പ്രാർത്ഥനകൾ നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, മുക്കാല്, രോഹിണി, മഹേരം, അര നക്ഷത്രക്കാരിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് ഈ വിഷു വർഷം എന്ന് പറയുന്നത് അച്ചടക്കവും അടക്കും ചിട്ടയുമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വളർച്ചയുടെ ഒരു വർഷം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. 2-ൽ വ്യാഴം നിൽക്കുന്നത് തൊഴിൽ സ്ഥിരമായിട്ടൊരവസ്ഥ വന്നു ഭവിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാനും അതുപോലെ പ്രൊഫഷണൽ രംഗത്തുമൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നല്ല പുരോഗതിയും അതുപോലെ തന്നെ പല തലത്തിൽ നിന്ന് നിങ്ങൾക്ക്
പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബിസിനസ്സിൽ ധാരാളം ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പരിചയസമ്പന്നരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വ്യവസായ രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെ ധാരാളം ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. ധാരാളം വെല്ലുവിളികളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗം സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾക്ക് ചില പ്രതിസന്ധികളെയൊക്കെ ഏറ്റെടുത്ത് അതിനെയൊക്കെ നിർവഹിച്ച് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഈ ഒരു വിഷുവർഷം മികച്ചതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളും കെട്ടിട രംഗത്ത് വീട് പണിത് വിൽക്കുകയൊക്കെ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ കൂടുതൽ പണം നിക്ഷേപിച്ച് ബിസിനസ് ഒന്ന് വിപുലീകരിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ വർഷം സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ധന നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്നതാണ് ഈ ഒരു വർഷം. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കും, നന്നായിരിക്കും. ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെട്ടവരോ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കൂടുതൽ സമയം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് വ്യായാമം, യോഗ, എക്സസൈസ്, അതുപോലെ പ്രാർത്ഥനകൾ, ഇതുമൊക്കെ ജപമൊക്കെ സ്ഥിരമായി ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. മിഥുനം രാശിയിൽപ്പെട്ട മകീരത്തര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാർക്ക് 10ലൂടെ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ ഉള്ളവർ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയൊക്കെ തേടുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ശനി 10ലൂടെ സഞ്ചരിക്കുന്നത് കണ്ടകനായതുകൊണ്ട് തന്നെ ഈ വർഷത്തിൻ്റെ ആദ്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവയോഗ്യമാകുന്ന വർഷമാണ്. ധാരാളം ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. മദ്യത്തോടുകൂടി കഠിന പ്രയത്നം ആവശ്യമായി വരുന്നതാണ്. വർഷമധ്യത്തോടുകൂടി പല കർമ്മരംഗവും മാറി മാറി നിങ്ങൾ പരീക്ഷിക്കുകയും അവസാനം ഒരിടത്തിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് പല തർക്കങ്ങളും, ബിസിനസ്സുകാർക്ക് ശത്രു ദോഷവും ശത്രു പീഡകളും ഇതും ഒക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. വിദേശ യാത്രയ്ക്കും പുതിയ തൊഴിലിനും ഒക്കെ തടസ്സങ്ങൾ മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ അലസത വന്നു ചേരാം. ഉന്നത പഠന രംഗത്ത് ധാരാളം അലച്ചിലുകൾ ഉണ്ടാവും. ഉന്നത പഠനത്തിനായിട്ട് വിദേശത്ത് പോയിട്ടുള്ളവർക്ക് അവിടെ ചെന്ന അലച്ചിലുകളൊക്കെ നല്ലതുപോലെ ഉണ്ടാകാം. ഗ്രഹോപകരണങ്ങൾ, വാഹനങ്ങൾ ഇവയൊക്കെ മാറ്റി വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട്. വാഹന ഉപയോഗവും മറ്റും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. യാത്രകളും അലച്ചിലുകളും മൂലം സാമ്പത്തിക പരാധീനത വന്നു ചേരാം. വർഷത്തിന്റെ അവസാനത്തോടുകൂടി സാമ്പത്തിക പരാധീനതയിൽ നിന്ന് ചെറിയൊരു തരത്തിലുള്ള മോചനം വന്നു ചേരുന്നതാണ്. രക്തസമ്മർദ്ദ രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്ന ആളുകൾ അത് മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെയ്യുന്നത് നന്നായിരിക്കും. ഷുഗർ പോലെയുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലുള്ളവർ നല്ല രീതിയിലുള്ള വിദഗ്ധ ചികിത്സ തേടുക. അതുപോലെ തന്നെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിക്കുക. യോഗ, മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന തരത്തിലുള്ള ജപങ്ങളും ഒക്കെ സ്വാർത്ഥീകരിക്കുന്നതും അത് സ്വന്തമായിട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഏതെങ്കിലും പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്നത് ഈ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതാണ്. മനോദുഃഖം കൂടുതലാവുമ്പോൾ ചില പല അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ക്ഷേത്ര ദർശനം, നാമജപ ഇവയെല്ലാം കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് മധ്യപ്രായം കഴിഞ്ഞവർ കൂടുതൽ സമയവും ഈശ്വരാധീനം ഉണ്ടാക്കാനുള്ള ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വിചാരിച്ചിട്ട് എല്ലാ നേരവും അമ്പലത്തിൽ പോയിരിക്കണം എന്നല്ല പറഞ്ഞത്. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രജപം എടുത്തിട്ട് മനസ്സിന് സമാധാനവും സന്തോഷവും, കുട്ടികളെ കുറിച്ച് ഓർത്ത് കൂടുതൽ ആദിയും വ്യാധിയൊക്കെ വരാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പം അതിന് കൂടുതൽ സമയം കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ സ്വായത്തമാക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശിക്കാർക്ക്. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ശനി 9ലൂടെ ഗോചരം ചെയ്യുകയാണ്. ശനി 9 എന്ന് പറയുന്നത് ഇവർക്ക് നല്ലതാണ്, ഭാഗ്യസ്ഥാനത്താണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള വിഷു വർഷമൊക്കെ ഇവർക്ക് വളരെ മോശമായിരുന്നു. എങ്കിലും 2026 ഈ വിഷു വർഷം നിങ്ങൾക്ക് വിഷുഫലം അനുസരിച്ച് കുറച്ച് നേട്ടങ്ങളുടെ കാലയളവ് തന്നെയായിരിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ അശ്രദ്ധ മൂലം പല അപകടങ്ങളും അതുപോലെ തന്നെ ദുർവ്യയങ്ങളും അനാവശ്യ ചിലവുകളൊക്കെ വന്നു ഭവിക്കാം. തൊഴിലെ സ്ഥാനഭ്രംശം, കുടുംബത്തിലെ കലഹങ്ങൾ, ചില തർക്കങ്ങൾ, ശത്രുക്കളും അസൂയാലുക്കളും നിങ്ങളെ ശല്യം ചെയ്യാനൊക്കെ അവസരം പാത്തിരിക്കുന്നതാണ്. ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ
വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്കും മാതാപിതാക്കന്മാർക്കൊക്കെ രോഗാരിഷ്ടതകളൊക്കെ വന്നുപെടാം. മാതാപിതാക്കളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പണച്ചെലവുകളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. അന്യദേശവാസം അതുപോലെ തന്നെ വിദേശവാസം ഇതിനൊക്കെ യോഗം കാണുന്നുണ്ട്. വിവാഹാദി മംഗള കർമ്മസിദ്ധികളൊക്കെ നടക്കുന്നതാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ കാര്യങ്ങൾ മന്ദഗതിയിലാണെങ്കിലും മധ്യത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ പര്യവസാനിക്കുന്നതാണ്. ധാരാളം സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുമെങ്കിലും വ്യാഴത്തിന്റെ ഗോചരം, ജൂണിലെ വ്യാഴത്തിന്റെ നേട്ടം അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഗണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ഭാഗ്യനേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ചിട്ടി ലോണുകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതുമൊക്കെ ലഭിക്കുന്നതാണ്. മനസ്സുഖമുള്ള വാർത്തകളൊക്കെ കേൾക്കാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനോദുഃഖം മാറി മനസ്സിന് സന്തോഷം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 വിഷുവർഷം. അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ സാമ്പത്തിക പരാധീനത വരാതിരിക്കാൻ പ്രത്യേകം കഴിയുന്നതാണ്. വാഹനം അതുപോലെ തന്നെ വാഹന യോഗം, വാഹനം വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം മാറ്റി വാങ്ങുന്ന സമയത്ത് എടുക്കുന്ന വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനമാണെങ്കിൽ നല്ലതുപോലെ നോക്കി വാങ്ങിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉദരനേത്ര രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. പക്കപ്പിറന്നാളുകളിലും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒക്കെ വിഷ്ണു ക്ഷേത്ര ദർശനം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, മഹാദേവന് പിൻവിളക്ക്, അതുപോലെ കൂവളമാല അർച്ചന ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമായിരിക്കും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ പാദ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമാണ് എങ്കിലും ധാരാളം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ്. വർഷത്തിന്റെ ആദ്യത്തിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നല്ലതുപോലെ അവർക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. വ്യാഴം 11-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അത് ഗുണപ്രദമാണ് അവർക്ക്. 2026 ജൂൺ വരെ ആയതിനാൽ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ് ഈ സമയത്ത്. പിന്നീട് അതിനുശേഷം ചില മാറ്റങ്ങൾ തിരിച്ചടികളായിട്ടൊക്കെ വരാറുണ്ട്. പുതിയ അവസരങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥ പ്രൊമോഷനും കരിയറിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു വർഷമാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഡംബര വസ്തുക്കൾ, വസ്തുവൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നു. വിദേശ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ബന്ധുജന വിരോധം, വ്യവഹാര വ്യവസ്ഥ ഉണ്ടാകുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽ തർക്കം, ധനനഷ്ടം, രാഷ്ട്രീയ ഇടപെടലുകൾ ഇവയുടെ ഉപയോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുടുംബ സ്വത്ത് ഭാഗം വെച്ച് അത് പൈതൃക സ്വത്തുക്കൾ ലഭിക്കാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, കുടുംബത്തിൽ അകാരണമായിട്ടുള്ള വ്യത, കലഹങ്ങൾ, രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. കുടുംബ സ്വത്തിന് വേണ്ടിയിട്ട് വ്യവഹാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ പറഞ്ഞ് രമ്യതയിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വിദഗ്ധ ചികിത്സ, അതായത് രോഗാരിഷ്ടതകൾക്ക് വിദഗ്ധ ചികിത്സയൊക്കെ അനിവാര്യമാകുന്നുണ്ട്. ഉദരനേത്ര രോഗങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ ധനവ്യയം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും ഒക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും ഈ 2026 എന്ന് പറയുന്ന ഒരു വർഷം. പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു മാറ്റം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിലെ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. കന്നി രാശി. കന്നി രാശി ഉത്രം അവസാന 3 പാദവും അത്തം ചിത്തിര ആദ്യ പാദവും പെടുന്ന നക്ഷത്രക്കാരാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രങ്ങളിൽ ഗുണാധിക്യം കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്ന വിഷുവർഷം. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓരോ പ്രോഗ്രസ്സുകളും ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. വലിയ ഒരു മാറ്റം ജൂണോടുകൂടി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ധാരാളം അവസരങ്ങളും അതുപോലെ തന്നെയുള്ള പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ തരത്തിലുള്ള സ്ട്രാറ്റജിയോ പുതിയ തന്ത്രങ്ങളോ ഒക്കെ ആവിഷ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പുതിയൊരു നയവും തന്ത്രവും ഒക്കെ ആവിഷ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദായം വന്ന് പ്രതീക്ഷിക്കാം. സാമ്പത്തിക വളർച്ച കൈവരുന്ന വർഷമാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വിദേശയാത്ര, അതുമൂലം പല ഗുണാനുഭവങ്ങളും, പുതിയ ഭവന നിർമ്മാണം, വ്യാപാര വ്യവസായം, ബിസിനസ്സുകാർക്ക് ചെറുകിട കച്ചവടമായാലും വലിയ കച്ചവടമായാലും അഭിവൃദ്ധി ഉണ്ടാകാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ചില സ്ഥാനഭ്രംശമോ അതുപോലെ തന്നെ ശത്രുവർദ്ധനവോ ഒക്കെ പ്രതീക്ഷിക്കാം.
പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിൽ വിജയം, തൊഴിൽ ലാഭം, രക്തസമ്മർദ്ദമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിന് ചികിത്സകളൊക്കെ നല്ലതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. യുവജനങ്ങളുടെ വിവാഹ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതകളുണ്ട്. ബന്ധുജനപ്രീതി, ബന്ധുജനങ്ങളിൽ നിന്ന് അവരുടെ സ്നേഹ വായ്പകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അവരുടെയൊക്കെ സ്നേഹമൊക്കെ നമുക്ക് നല്ലതുപോലെ കിട്ടുന്ന ഒരു വർഷമാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളും ഒക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതാണ്. കഠിന പ്രയത്നവും ആത്മവിശ്വാസവും മൂലം ധാരാളം സാമ്പത്തിക ആദായം വന്നു ചേരുന്ന ഒരു വർഷമാണ് കന്നി രാശിക്കാർക്ക് ഈ 2026 എന്ന് പറയുന്ന വിഷുവർഷം. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ വർഷം ഹൈലി പോസിറ്റീവായിട്ടുള്ള, വളരെ ഉയർന്ന തരത്തിൽ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വർഷമാണ്. ഇതുപോലെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദാമ്പത്യ കലഹവും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ചു പോരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ശരിക്കും പറഞ്ഞാൽ രാജയോഗം എന്നൊക്കെ പറയില്ലേ, ജോലിയിൽ പ്രമോഷൻ, അതുപോലെ തന്നെ ശമ്പള വർധനവ്, നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച, അംഗീകാരം, ഇതുമൊക്കെ സജ്ജനപ്രീപ്തി, ബഹുമതി, ഇതുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന വിഷുവർഷം. സത്യസന്ധമായ പല ചേഞ്ചസും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്കും ഉദ്യോഗം കാത്തിരിക്കുന്നവർക്കും ഒക്കെ തൊഴിൽ ലാഭം കിട്ടാം. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാം. വിവാഹാദി മംഗള കർമ്മങ്ങളൊക്കെ വന്നു ചേരാം. പുനർവിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വസ്തുവും വാഹനമൊക്കെ മേടിക്കാൻ യോഗം കാണുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു കാറ്, 4 വീലർ, 2 വീലർ ഉള്ളവർക്ക് 4 വീലറൊക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. ഉന്നത പഠനത്തിൽ ഉയർച്ച വന്നു ചേരാം. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളൊക്കെ മുന്നിൽ തുറന്നു വരികയും സാമ്പത്തിക സഹായം ചെയ്യാൻ ആളുകൾ രംഗത്തേക്ക് ഉയർന്നു വരികയൊക്കെ ചെയ്യും. ശക്തമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ വന്നു ചേരുന്ന വർഷമാണ്. തൊഴിൽ മാറ്റം, ശത്രുക്കൾ മൂലം അപകീർത്തിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ രംഗത്തും നിങ്ങളുടെ ആത്മാർത്ഥതയും ജാഗ്രതയും പുലർത്തുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും മധ്യപ്രായവും കഴിഞ്ഞവരും ഒരുവിധം വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരും ഒക്കെ നല്ലതുപോലെ യോഗയും അതുപോലെ തന്നെ നാമജപവും വ്യായാമവും ഭക്ഷണ രീതികളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയേറെ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി നേടാവുന്നതാണ്. അൾസർ പോലെയുള്ള രോഗങ്ങൾ, ഉദര രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യ ക്ലേശം, പങ്കാളിയുമായിട്ടുള്ള കലഹം, ഇവയൊക്കെ മാറി നിൽക്കുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് വിജയം പ്രതീക്ഷിക്കാം. വീഴ്ച, പതനം, വാഹന അപകടം ഇവയൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഗൃഹനിർമ്മാണം, ഭവന നിർമ്മാണം പുനരാരംഭിക്കുന്നതാണ്. ശനിയുടെ ഗോചരം മൂലം ഈ വിഷുവർഷം പ്രൊഫഷണൽ ഗ്രോത്ത് ധാരാളമായിട്ടുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് 100% ഈ വർഷം പൂവണിയുന്ന ഒരു വിഷുവർഷം തന്നെയാണ് തുലാം രാശിക്കാർക്ക്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാര് ഈ വിഷു വർഷം എന്ന് പറയുന്നത് 2026 വിഷു ഫലമനുസരിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള ധാരാളം ക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വരവ് ചെലവുകളൊക്കെ തുല്യമായിരിക്കുമെങ്കിലും സാമ്പത്തിക പരാധീനത വർഷാവസാനത്തോടു കൂടി വന്നുപെടുന്നതാണ്. അങ്ങനെ പരാധീനത വരാതിരിക്കാനായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വിജിലൻ്റ് ആവുക. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയും. വർഷത്തിൻ്റെ മധ്യത്തിലെ ചിലവുകൾ കൂടുന്നതാണ്. കുടുംബ സൗഖ്യവും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം ഈ വർഷം. സന്താനങ്ങളെ കാത്തിരുന്നിട്ട് കിട്ടാത്തവർക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ്. ബിസിനസ് രംഗത്ത് നല്ല ആദായം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് ഈ വർഷാവസാനം സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുമെങ്കിലും ചില തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരാം. സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് തടസ്സമൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലത പൂണ്ട് ഉത്കണ്ഠാകുലരാകുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾക്ക് ഈ ഒരു വർഷം. ചിട്ടിപ്പണം ലഭിക്കാനും ബാങ്ക് ലോണുകളൊക്കെ ലഭിക്കാനൊക്കെ യോഗം കാണുന്നു. വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹം നടക്കാനും അനാവശ്യ വാക്കുതർക്കങ്ങളോ വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. യുക്തി സഹജമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വിമർശനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടുതൽ ദോഷപരിഹാരങ്ങൾ കുറയുന്നതിനും ഗുണാനുഭവങ്ങൾക്കുമായിട്ട് മഹാദേവന ധാര, ക്ഷീരധാര, പക്കപ്പിറന്നാളുകളിൽ ക്ഷീരധാര പോലെയുള്ള വഴിപാടുകൾ നടത്തുന്നതും കൂവള അർച്ചന എല്ലാ ശനിയാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും പിന്നെ ദശാകാലവും ദശാന്തർകാലവും നോക്കിയിട്ട് ദശാകാലം നിങ്ങൾക്ക് ദോഷപ്രദനാണെങ്കിൽ അതനുസരിച്ചുള്ള മൂർത്തിയെ കൂടെ നിങ്ങൾ ഉപാസിക്കുന്നതും പ്രാർത്ഥനകൾ സ്വായത്തമാക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും.
ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദ നക്ഷത്രക്കാർക്ക് വർഷമാദ്യം അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ വന്നുപെടുന്ന ഒരു കാലഘട്ടമാണ്. ഉദ്യോഗ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സർക്കാർ തലത്തിലാണെങ്കിലും പ്രൈവറ്റ് തലത്തിലാണെങ്കിലും ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉന്നതരായ ആളുകൾക്ക് സ്ഥാനമാനങ്ങളും, ഭരണരംഗത്തുള്ളവർക്ക്, രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഉയർച്ചയും ജോലി ഭാരവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് നയവും കഴിവും ഉപയോഗിച്ച് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാം. വരവിനേക്കാൾ ചിലവ് കൂടുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉളവാക്കുക. അതിൽ ദോഷഫലങ്ങൾ കൂടും. കാരണം സാമ്പത്തിക കാര്യം വർഷാവസാനം വരുമ്പോഴേക്കും കൂടുതൽ കടബാധ്യതയിലേക്ക് ചെന്നപ്പെടാം. വളരെ ജാഗ്രതയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കാം. അതുകൊണ്ട് ഇന്ന് കിട്ടേണ്ട പണം ചിലപ്പോൾ കിട്ടാൻ 2 മാസമോ 3 മാസമൊക്കെ അപ്പുറത്തേക്കാവുന്നത് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ താറുമാറാകാം. വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനം കഴിഞ്ഞവർക്കൊക്കെ പല വെല്ലുവിളികളെയും നേരിട്ട് അവരുടെ ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ടും മത്സര പരീക്ഷകളിൽ വിജയം കണ്ടെത്താനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. തീർത്ഥയാത്രകൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബകലവും ബന്ധുക്കളുടെ വിരോധവും ഒക്കെ അനുഭവയോഗ്യമാകുന്നതാണ്. ഈ വർഷം എല്ലാ കാര്യത്തിലും ആരോഗ്യ, സാമ്പത്തിക, മാനസിക കാര്യങ്ങളിലും ഒക്കെ നല്ലതുപോലെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ വർഷ അവസാനത്തോടു കൂടി 4-ലെ ശനി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ 4-ലെ ശനി മാറി നിൽക്കാനായിട്ട് കൂടുതൽ പരിഹാരങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നില്ലെങ്കിൽ ശാസ്താഭജനം നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ മഹാദേവന് ധാരയോ ക്ഷീരധാരയോ ഹനുമാൻ ക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 4-ലെ ശനിയുടെ ആ കാഠിന്യം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ്. മകരം രാശി ഉത്രാടം 3-ാം പാദം, തിരുവോണം, അവിട്ടം, ആദ്യപാദ നക്ഷത്രക്കാർക്ക് വ്യാപാര, വ്യവസായ, ബിസിനസ് രംഗത്ത്, ചെറുകിട വ്യവസായമായാലും അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാം. വിദ്യാഗുണമൊക്കെ വന്നുപെടാം. വിദ്യാർത്ഥികൾക്ക് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നതാണ്. ആരോഗ്യം നല്ല രീതിയിൽ ആകാനുള്ള ഒരു അവസരമൊക്കെ കാണുന്നുണ്ട്. ഇതുവരെ രോഗദുരിതങ്ങളൊക്കെ അലട്ടിയിരുന്നവർക്ക് അതൊക്കെ മാറി കുറച്ച് ആശ്വാസമൊക്കെ കൈവരിക്കാം. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാം. വീട് പണിയാനോ വീട് പൊളിച്ചു പണിയാനോ പുതിയത് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കാം. വസ്തുവോ വീടോ വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. കുടുംബത്തിലെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ പറയുന്ന മകരം രാശിക്കാർക്ക് നടക്കുന്നതാണ്. ധനാഗമനത്തിനുള്ള സ്രോതസ്സൊക്കെ തുറന്നു വരും. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ധനസ്രോതസ്സുകളൊക്കെ തുറന്നു വരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വേതന വർധനവ്, ശമ്പള വർധനവും ഒക്കെ പ്രതീക്ഷിക്കാം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകും. വിദേശത്ത് തൊഴിൽ കിട്ടാതെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മോശമായിട്ടുള്ള അവസ്ഥയുള്ളവർക്കൊക്കെ തൊഴിലുകളിലൊക്കെ പ്രവേശിക്കാം. കേസ്, കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം വന്നു ചേരുന്നതാണ്. ഉദരരോഗം, നേത്രരോഗം ഇവയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട് താമസിക്കേണ്ടതായിട്ടും അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകാം. ശത്രുശല്യം, സാമ്പത്തിക ബാധ്യത വർഷമധ്യത്തിൽ ഉണ്ടാകാമെങ്കിലും നിങ്ങൾക്കതെല്ലാം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. യാത്രകൾ ക്ലേശകരമാവുകയും അതുമൂലം പണച്ചെലവും അനുഭവപ്പെടാം. ചില യാത്രകളൊക്കെ അസ്ഥാനത്താവുകയും അതുമൂലം നിങ്ങൾക്ക് പണച്ചെലവുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. വാഹനം സൂക്ഷിച്ചുപയോഗിക്കുന്നത് നന്നായിരിക്കും. മാതാവിനോ പിതാവിനോ രോഗാരിഷ്ടതകളും അധിക ചെലവുകളൊക്കെ വന്നുപെടാം. അതുകൊണ്ട് അവരുടെ ചികിത്സാ ചെലവുകളൊക്കെ നേരത്തെ കണ്ടെത്തി വയ്ക്കാം. അനാവശ്യമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും വന്നു ചേരുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുകയും സർക്കാർ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ കറക്റ്റ് സമയത്ത് ടാക്സ് ഒക്കെ അടച്ച് സർക്കാർ തലത്തിലുള്ള നടപടികളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ആദ്യപാദവും ചതയം പൂരോരുട്ടാതി ആദ്യ 3 പാദവും ഉൾപ്പെടുന്ന കുംഭം രാശിക്കാർക്ക് ഈ 2026 വിഷുബലം അനുസരിച്ച് ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം തന്നെയാണ്. ഏതാണ്ട് ശനിയുടെ അവസാന ഘട്ടം അവർ കടന്നു പോവുകയാണ്. അപകട സാധ്യതകളും സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് അകാരണമായ കലഹവും കലാകായിക രംഗത്തുള്ളവർക്ക് നഷ്ടങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. വിദേശയാത്ര ആഗ്രഹിച്ചവർക്ക് അത് സഫലമാകുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ തേടി പോകാനൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ സാധ്യമാകുന്നുണ്ട്. ഭവന നിർമ്മാണം വീട് പണിയൊക്കെ തുടങ്ങിയിട്ട് നിർത്തിവെച്ചിരുന്നവർക്ക് അത് പുനരാരംഭിക്കാം. ഇപ്പോഴുള്ള ഒരു നല്ല അവസരമാണ്. ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമൊക്കെ കിട്ടും. പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. രോഗാരിഷ്ടതകൾ മൂലം മനോദുഃഖം,
ആദി വ്യാധിയൊക്കെ വന്നു പെടാം. ഇന്നറായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കരള്, കിഡ്നി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ചികിത്സകളൊക്കെ നല്ലതുപോലെ നോക്കി നടത്തുക, അതിലൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കാം. കുടുംബത്തിൽ അന്തഛിദ്രങ്ങളും അതുപോലെ തന്നെ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി അതിൽ നിന്ന് കൂടുതൽ ആദായമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷാവസാനം ഏതാണ്ട് വരവും ചെലവും തുല്യമായി പോവുകയും നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ നീക്കുപോക്കുകളൊക്കെ വരുന്നൊരു വർഷമാണ് ഈ 2026 വിഷു എന്ന് പറയുന്നത്. വ്യാപാര വ്യവസായ രംഗത്ത് അനിശ്ചിതാവസ്ഥ തുടരുന്നതിനാൽ ധാരാളം പ്രതിസന്ധികൾ ബിസിനസ്സുകാരെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ചെറിയ കച്ചവടക്കാർക്കും സ്ഥിരമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവിലൊരു നല്ല വർഷം തന്നെയായിരിക്കും 2026 എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ഇല്ല എങ്കിൽ പോലും നിങ്ങൾ അതിനൊക്കെ ജാഗ്രത പുലർത്തി ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി, അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാര് ഒരു മഹത്വപൂർണമായ പരിവർത്തനങ്ങൾ നടക്കുന്ന ഒരു വിഷുവർഷം തന്നെയാണ് ഈ മീനം രാശിക്കാർക്ക്. വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മ മേഖലകളിലെ ഉയർച്ചയും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. ആരോഗ്യപരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. ഇതുവരെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നവർക്ക് ഒരു മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വർഷമധ്യത്തോടുകൂടി ഉദരരോഗവും അതുപോലെ തന്നെ ഷുഗർ പോലെയുള്ള രോഗങ്ങളും ഹാർട്ട് സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവരും ഒക്കെ അത് മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അനുകൂല അവസ്ഥ ഉണ്ടാകുന്നതാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെന്റുകൾക്കൊക്കെ അവസരം കുറച്ചൊരു 5 വർഷം കഴിഞ്ഞിട്ട് ലാഭം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യമാകുന്നതാണ്. വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാൻ യോഗം കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കലാരംഗത്തുള്ളവർക്ക് ഉന്നത ബഹുമതി, വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം, തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ഇതൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് ലഭ്യമാകുന്നതാണ്. പൈതൃക സ്വത്ത് ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. വർഷാവസാനം മനോദുഃഖം ഉണ്ടാക്കുന്ന പല പ്രതിബന്ധങ്ങളെയും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. വിദേശത്തുള്ള പ്രവാസികൾക്ക് നാട്ടിൽ വന്നു പോകാനും അതുപോലെ തന്നെ കുടുംബത്തോടൊത്ത് വസിക്കാനും ഒക്കെ യോഗം കാണുന്നുണ്ട്. രോഗപീഠ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാതിരിക്കാനായിട്ട് വർഷാവസാനം നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ നോക്കുക. അതുപോലെ വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഗൃഹപ്രവേശം സ്വായത്തമാക്കി ഭവനം പണി തീർത്ത് അതിൽ താമസിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. ഭക്ഷണ സുഖം വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്ന വിഷുവർഷം മീനം രാശിക്കാർക്ക്.